ഞാൻ രാവിലെ ഈ ചാനലുകാരെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേന് കുറെ ആൾക്കാർ കമന്റ് വന്നിട്ട് പറഞ്ഞു, നീയും ബിസിനസ് അല്ലേ ചെയ്യുന്നത്, നീയും റീച്ച് കൂട്ടാൻ പറ്റില്ലേ. എനിക്കങ്ങനെ ആരോടും മത്സരിക്കാനൊന്നുമില്ല. എനിക്ക് സ്വന്തമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ അത് ചെയ്യാന്ന് മാത്രമേ. എനിക്ക് മത്സരങ്ങളൊന്നുമില്ല, മറ്റൊരാളെ മത്സരിക്കാനൊന്നുമില്ല. പക്ഷെ ഈ ചാനലുകാർ ചെയ്യുന്നത് മറ്റൊരു ചാനലുമായിട്ട് മത്സരിച്ചുകൊണ്ട്. കാരണം അത്രയധികം ന്യൂസ് ചാനലുകൾ നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാർത്താവിനിമയ മന്ത്രാലയം ഇത്രയധികം ന്യൂസ് ചാനലുകൾക്കുള്ള അവസരം കൊടുക്കരുത്, അത്രയും ലൈസൻസ് കൊടുക്കരുത്. പണ്ട് ദൂരദർശനിൽ 1 മണിക്കൂർ വാർത്തയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഇവര് ചെറിയൊരു പ്രശ്നത്തെ പോലും വളരെയധികം വലിച്ചു നീട്ടി ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ ഈ അതിർത്തിയിൽ ഈ ഒരു പോരാട്ടം നടന്നത് കാരണം നമ്മുടെ കേരളത്തിൽ ഒരു നിപ്പ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന്റെ കുറച്ച് വാർത്തകളും കാര്യങ്ങളും ഒന്നും അധികമായിട്ട് ആരും ചെയ്തിട്ടില്ല, ഒന്ന് പറഞ്ഞു പോയതല്ലാതെ. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരാളുടെ റൂട്ട് മാപ്പ് വെച്ച് അയാൾ പോയ കാര്യങ്ങൾ വെച്ച് ഇവർ ഒരു ദിവസം മുഴുവൻ ആ നിപ്പയെ കുറിച്ച് സംസാരിച്ചേനെ. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. ഒരു ട്രെയിലർ വന്നിട്ട് ഒരു 10-12 വണ്ടിക്ക് ഇടിച്ച് 2 പേരെ മരിച്ചിട്ടുള്ളെങ്കിലും വലിയൊരു അപകടം തന്നെയായിരുന്നു. ഈ ഒരു ആക്രമണത്തിന്റെ വാർത്ത ഇല്ല എന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവർ അവിടെ പോയി കുത്തിയിരുന്ന് അവിടെ ഉള്ളവരോട് മുഴുവൻ ചർച്ച നടത്തി ഒരു ചെറിയൊരു വാർത്തനെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആ സാധനത്തെ തന്നെ അവർ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ആ ഒരു വാർത്തനെ കൊണ്ട് തന്നെ അവർ 10 മിനിറ്റ് തള്ളി നീക്കും. കാരണം ഇവർക്ക് മറ്റൊരു ചാനലുമായിട്ട് മത്സരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവർ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ വാർത്ത കൊടുക്കണം, അവർ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ വിഷ്വൽസ് കൊടുക്കണം. ഞാൻ രാവിലെ ചെയ്ത കാര്യത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഒരു തരത്തിലുള്ള വിശ്വാസയോഗ്യതയും അല്ലാത്ത ട്വിറ്ററിൽ വരുന്ന പോസ്റ്റുകൾ പോലും ഇവരെടുത്തു വെച്ച് വാർത്തയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പല ന്യൂസ് ചാനലും കാണാറുണ്ട്, ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നതും കണ്ട സിനിമാ നടിയുടെ ഡ്രസ്സ് മാറിക്കിടക്കുന്നതും ഷോളില്ലാതെ നടക്കുന്നതും അവർ തിന്നുന്നതും കുടിക്കുന്നതും എല്ലാം വാർത്തയാണ്. എല്ലാത്തിനെയും വാർത്തയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെറും മഞ്ഞപ്പത്രങ്ങളെക്കാട്ടിലും തരം താഴ്ന്ന പരിപാടിയാണ് നമ്മുടെ മലയാളത്തിലെ പല ന്യൂസ് ചാനലുകളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് യൂട്യൂബിൽ ഇടാനായിട്ട് കുറച്ച് വേണം, അല്ലാതെ കുറച്ച് വേണം, 24 മണിക്കൂറും വാർത്ത പറയാനായിട്ട് കുറെ വാർത്തകൾ വേണം. കഷ്ടം തന്നെയാണ് ഇവരുടെ കാര്യം എന്ന് പറയുന്നത്. അതാണ് ഞാൻ രാവിലെ പറഞ്ഞത്, ഒരു യുദ്ധത്തിനെ കുറിച്ച് അവര് കമന്ററി ഒക്കെ പറഞ്ഞ് 2-3 പേര് നിന്നുകൊണ്ട് ഇവരുടെ ഈ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവര് കാശ്മീരിൽ ചെന്ന് ഡയറക്റ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാർത്തകൾ വേണം, നിങ്ങൾ വാർത്തകൾ എത്തിക്കണം, പക്ഷെ അതിനൊക്കെ ഒരു മര്യാദ കാണിക്കണം. ആളുകളുടെ ഈ ഒരു ആകാംക്ഷനെ, ആളുകളുടെ മനസ്സിലുള്ള ഒരു ഭീതിനെ എല്ലാത്തിനെയും നിങ്ങളങ്ങ് വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുകയാണ്.